എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കും അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ട് എന്താണ് വിദ്യാഭ്യാസ എലിജിബിലിറ്റി, അതായത് അക്കാദമിക് എലിജിബിലിറ്റി എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അതുപോലെ തന്നെ മിനിമം എത്ര മാർക്കാണ് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് വേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു +2 പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ഫെയിൽഡ് ആവുകയാണെങ്കിൽ, അത് തോൽക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ, പരീക്ഷ ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു വിധ സംശയങ്ങൾക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് BSc നഴ്സിംഗ് കോഴ്സിലേക്ക് എത്ര റാങ്ക് വരെയാണ് ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുക എന്നുള്ളതും, അതുപോലെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ എന്തിനാണ് എന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ലഭിക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ BSc നഴ്സിംഗ്, അതുപോലെ BSc MLT, അതുപോലെ തന്നെ BSc ഒപ്റ്റോമെട്രി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, അതുപോലെ BCVT, BPT, BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, അതുപോലെ BSc ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ തന്നെ BOT അതായത് ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതുപോലെ ബാച്ചലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റ് വഴിയാണ് ഇത്തവണയും നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. +2വിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ്, അതായത് +2വിലെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ലഭിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കേരളത്തിലെ +2 പരീക്ഷ, അതായത് കേരളത്തിലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ബോർഡിൽ നിന്നും നിങ്ങൾ ഈ ഒരു +2 പാസ്സായിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വലൻ്റായിട്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് തൃശ്ശൂർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഇക്വലൻ്റായിട്ടുള്ള ഏതെങ്കിലും യോഗ്യത, അതായത് +2 യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ +2 തോൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതല്ല, +2 ജയിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷ ശേഷം നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. സാധാരണഗതിയിൽ ജൂൺ മാസമാണ് ഇതിൻ്റെ അപേക്ഷ വരാറുള്ളത്. അപ്പോൾ ഇത് ലേറ്റായി ഓഗസ്റ്റിലാണ് വരുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. കാരണം വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് ഏകദേശം ജൂലൈ മാസത്തിലാണ്. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ജനുവരി ജൂൺ മാസത്തിലാണ്. അതായത് നിങ്ങളുടെ +2വിൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് ഈ ഒരു നഴ്സിംഗ് അഡ്മിഷൻ ആരംഭിക്കുക. ആ ഒരു ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് BSc കോഴ്സുകളായിട്ടുള്ള, അതായത് BSc കോഴ്സുകളായിട്ടുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ കൂടി നൽകാൻ സാധിക്കുക. ഇത് ഒരു അപേക്ഷയാണ്. BSc നഴ്സിംഗ് അതുപോലെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലേക്കുള്ള അപേക്ഷ ഒരു അപേക്ഷയാണ്. ഈ ഒരു അപേക്ഷയിൽ ആദ്യം വരുന്ന അലോട്ട്മെൻറ്റ് BSc നഴ്സിംഗിൻ്റെയും അതിനുശേഷമാണ് ബാക്കിയുള്ള കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റുകൾ വരിക. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഏത് കോഴ്സാണ് വേണ്ടത് അതിനനുസരിച്ച് ഓപ്ഷൻ നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ജൂൺ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. LBScenter.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി എന്താണ് എലിജിബിലിറ്റി, അതായത് അക്കാദമിക് എലിജിബിലിറ്റി എന്താണ് എന്നുള്ളത് കൂടി നോക്കാം. അതായത് വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നുള്ളത് നോക്കാം. അതായത് നിങ്ങൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവയിൽ സെപ്പറേറ്റായിട്ട് പാസ്സാവാൻ വേണ്ട മിനിമം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഇതിൽ പാസ്സാവാനായിട്ട് നിങ്ങൾക്കറിയാം 18 മാർക്കാണ് ഈ ഒരു TE മാർക്കിനത്തിൽ ഒരു വർഷം ജയിക്കാൻ വേണ്ടത്. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. അതുപോലെ +2 പാസ്സായിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവയിൽ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 50% മാർക്ക് +2വിന് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ഈ ഒരു ആകെ മാർക്കിൻ്റെ പകുതി മാർക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവയിൽ ആ ഒരു സബ്ജക്റ്റിന് വരുന്ന ആകെ മാർക്കിൻ്റെ 50% നേടിയിരിക്കണം. അതുപോലെ പ്രാക്ടിക്കൽ, തിയറി, അതുപോലെ തന്നെ CE മാർക്ക് എന്നിവയുടെ ടോട്ടൽ നോക്കുന്ന സമയത്താണ് ഈ ഒരു 3 വിഷയങ്ങൾ ടോട്ടൽ കൂട്ടിയിട്ട് അതിൽ നിങ്ങൾക്ക് 50% മാർക്ക് നേടിയിരിക്കണം എന്നുള്ളതാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ +2 പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുള്ളൂ. അതുപോലെ BSc നഴ്സിംഗും അതുപോലെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജൂൺ മാസത്തിൽ തന്നെ ഈ ഒരു അപേക്ഷ തുടങ്ങുമ്പോൾ അപേക്ഷിക്കേണ്ടതാണ്. ഏകദേശം 800 രൂപയോളമാണ് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് നീറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. കേരളത്തിലെ ഈ വർഷവും BSc നഴ്സിംഗ് കോഴ്സിലേക്ക് പ്രവേശന പരീക്ഷയില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നീറ്റിൻ്റെയും ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ +2 ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നൽകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻഡെക്സ് മാർക്ക്, അതായത് ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കും. അതിനുശേഷം അത് വെച്ച് റാങ്ക് ലിസ്റ്റ് മുൻഗണനാക്രമത്തിൽ തയ്യാറാക്കിയിട്ട് അതുവഴിയുമാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നൽകുന്നത്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ഭൂരിഭാഗം സ്റ്റേറ്റ് മെറിറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെയും റാങ്ക് എന്ന് പറയുന്നത് 300 ഇൻഡെക്സ് സ്കോറായിട്ട് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് കൂടുതൽ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ മാർക്ക് കുറയുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് സെൽഫ് ഫിനാൻസ് കോളേജുകളിലൊക്കെയാണ് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ. അതായത് ഓരോ സമയത്തും എത്രത്തോളം വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്നു അതിനനുസരിച്ച് അവരുടെയും ആ ഒരു ഇൻഡെക്സ് സ്കോറും അതുപോലെ അവരുടെ റാങ്കും ഒക്കെ അനുസരിച്ച് കൊണ്ടാണ് അലോട്ട്മെൻറ്റ് നൽകുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേഷൻ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ കേരള സിലബസിൽ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവയിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് എത്ര മാർക്ക് കിട്ടി, അതായത് 120 ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ 120 നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത്, അതായത് ഈ ഒരു 3 സബ്ജക്റ്റുകൾക്കും 120 എത്ര വീതം, അതായത് ഈ ഒരു 40 മാർക്ക് അതായത് CA പ്രാക്ടിക്കൽ മാർക്ക്, അതുപോലെ 60 മാർക്ക് തിയറി മാർക്ക്, അതുപോലെ തന്നെ 20 മാർക്ക് CE മാർക്ക്, ടോട്ടൽ 120 എത്ര കിട്ടി എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം 120 ഓരോ സബ്ജക്റ്റുകൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കിനെയും നിങ്ങൾ കൂട്ടുക. അപ്പോൾ ഈ രീതിയിൽ 120 മാർക്കുകൾ ഓരോ സബ്ജക്റ്റിനെയും കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് നിങ്ങൾ ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 360 എത്ര കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെ ഈ ഒരു 3 സബ്ജക്റ്റിനും ലഭിച്ച ആ ഒരു ടോട്ടൽ 360 എത്ര കിട്ടി, ആ ഒരു മാർക്കിനെ നിങ്ങൾക്ക് 1.2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ ഒരു വിദ്യാർത്ഥിക്ക് 120 തന്നെ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് തന്നെയാണ് കിട്ടിയതെന്ന് കരുതുക. അതായത് 3 സബ്ജക്റ്റ് ആണെങ്കിൽ 360 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 360നെ 100ലേക്ക്, അതായത് ഈ ഒരു 300ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 1.2 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1.2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ഈ ഒരു 360 എന്നുള്ളത് 300 ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറഞ്ഞാൽ 300 മാർക്കാണ്. അതായത് 360 എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിനെ 1.2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലാണ് അതിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്ത് ഇൻഡെക്സ് സ്കോർ ആക്കാനായിട്ട് പറ്റുക. ഇനി അതേസമയം നിങ്ങൾ ഒരു CBSE വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് നിങ്ങൾക്ക് +2 അതായത് സെക്കൻഡ് ഇയറിൽ ലഭിച്ചിട്ടുള്ള ആകെ മാർക്ക് എത്രയാണ്, നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണ് എന്നുള്ളത് എഴുതുക. അതായത് നിങ്ങൾക്കിപ്പോൾ എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എഴുതുക. അതിനുശേഷം അതായത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ, അതുപോലെ തിയറി, അതുപോലെ തന്നെ CE മാർക്കൊക്കെ ഉണ്ട് എങ്കിൽ ടോട്ടൽ ആ ഒരു സബ്ജക്റ്റിന് എത്ര മാർക്കാണ് വരുന്നത് ആ ഒരു മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ നിങ്ങളുടെ ആകെ മാർക്ക് കൊണ്ട് ഹരിക്കുക. അതിനുശേഷം അതിനെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര % മാർക്കാണ് ആ ഒരു വിഷയത്തിൽ 100ൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ എല്ലാ വിഷയങ്ങളുടെയും മാർക്ക്, അതായത് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഡിവൈഡഡ് ബൈ ആ ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടലായിട്ടുള്ള ആകെ മാർക്ക്, അതായത് +2 ആകെ മാർക്ക് അതിനുശേഷം ഡിവൈഡ് ചെയ്ത ശേഷം കിട്ടുന്നതിനെ നിങ്ങൾ ചെയ്യേണ്ടത് 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിന് എത്ര മാർക്കാണ് ലഭിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ 3 വിഷയങ്ങളുടെയും നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത ശേഷം ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 300ൽ എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് CBSE വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് സ്കോർ കാൽക്കുലേഷൻ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, അതായത് INC അപ്രൂവൽ എന്തിനാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിങ്ങൾക്കറിയാം, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിക്കാനായിട്ട്, അതായത് വിദ്യാർത്ഥികളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി പ്രവേശനം ലഭിക്കുന്നതിന് പകരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് എൻട്രൻസ് ടെസ്റ്റ് നടത്താനായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഈ വർഷം കൂടി ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് വേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ നൽകാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് റിക്വസ്റ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളൊട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തിനാണ് ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ്
കൗൺസിലിൻ്റെ അപ്രൂവൽ എന്നുള്ള കാര്യം പറയാം. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ അല്ല, അതായത് നിങ്ങൾ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് 4 വർഷമാണ്. ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. BSc നഴ്സിംഗിൻ്റെ ആ ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ അതായത് INCയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിലെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു രീതിയിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അബ്രോഡൊക്കെ അതായത് പഠിക്കാനല്ല ജോബ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു അതായത് അബ്രോഡൊക്കെ പഠിക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലും അതുപോലെ അതായത് ഇന്ത്യക്കകത്ത് മാത്രമേ ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിന് അകത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. പക്ഷെങ്കിൽ സാധാരണത്തിൽ BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും അബ്രോഡ് പോകാനായിരിക്കും, അത് വിദേശങ്ങളിൽ പോകാനായിരിക്കും. കാരണം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ സാലറി ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വിദേശങ്ങളിൽ പോയിട്ട് ജോബ് ചെയ്യാനായിട്ടായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അബ്രോഡ് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും ചിലപ്പോൾ. അതായത് എല്ലാവർക്കും ആ ഒരു രീതിയിലല്ല, ചില വിദ്യാർത്ഥികൾക്ക് അബ്രോഡ് പോകാതെ നാട്ടിൽ തന്നെ ജോബ് ചെയ്യാനായിട്ടായിരിക്കും താല്പര്യം. അതേസമയം അബ്രോഡ് പോകാനായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് പഠിച്ച് അങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ലഭിക്കാതെ വരികയാണെങ്കിൽ, അതായത് രജിസ്ട്രേഷൻ നൽകാതെ വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയൊരു പ്രോബ്ലം ആയിരിക്കും. എന്നാൽ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്തവണയും വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ലഭിക്കും. അതായത് ഇത്തവണ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നില്ല എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് കേരള ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്രൂവലിനായിട്ട് ഈ ഒരു അപേക്ഷ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അംഗീകാരം ലഭിക്കുന്നതും ആയിരിക്കും. അപ്പോൾ അടുത്ത വർഷം മുതൽ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് എൻട്രൻസ് ടെസ്റ്റ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം ഏകദേശം സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും ഏകദേശം 300 തന്നെ ഇൻഡെക്സ് സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തവണയും അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് അനുസരിച്ച് കൊണ്ടാണ്, അതായത് അവരുടെ മാർക്ക് അനുസരിച്ച് കൊണ്ടാണ് ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടും എന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ. മാർക്ക് കുറയുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് മാർക്ക് കുറയുന്നതിനനുസരിച്ച് സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു കാര്യമാണ് ഫീസ് സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജും ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജും നോക്കുന്ന സമയത്ത് ഈ ഒരു ഫീസിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ് ഗവൺമെൻറ് കോളേജുകൾ. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകളാണ്, അത് കോഴ്സല്ല കോളേജുകളാണ് സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് പറയുന്നത്. അതുപോലെ സെൽഫ് ഫിനാൻസ് തന്നെ സിമെറ്റിൻ്റെ കീഴിലുണ്ട്. അതുപോലെ തന്നെ അത് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കീഴിൽ തന്നെയാണ് സിമെറ്റ്. അപ്പോൾ ആ ഒരു സിമെറ്റ് കോളേജിൽ സെൽഫ് ഫിനാൻസ് കോളേജാണ് ആ ഒരു സിമെറ്റ് എന്ന് പറയുന്ന ആ ഒരു കോളേജും, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ആ ഒരു കോളേജും വരുന്നത്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ഗവൺമെൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാം. സെൽഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജിൽ ഉള്ള ഫീസിനേക്കാൾ കൂടുതൽ ഫീസ് നൽകിയിട്ട്, അതായത് നിങ്ങളുടെ സ്വന്തം കയ്യിലുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ട് സെൽഫ് ഫിനാൻസ് കോളേജിൽ പഠിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് പറയുന്നത്. അതായത് സ്വന്തമായിട്ട് ഈ ഒരു ഫിനാൻസ് എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സ്വന്തം പണം മുടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് പഠിക്കാനായിട്ട് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 23,170, അതായത് 23,170 രൂപയാണ് ഫീസ് വരിക. BSc നഴ്സിംഗ് ഒരു വർഷത്തിന് വരുന്ന ഫീസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപയോളം ഫീസ് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് യൂണിഫോം, അതുപോലെ തന്നെ എക്സാം ഫീസ്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ എന്നിവയൊക്കെ നോക്കിയിട്ട് ടോട്ടൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ പഠിക്കുകയാണെങ്കിൽ ഏകദേശം 4 കൊല്ലം ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 ലക്ഷത്തിനുള്ളിൽ ആയിട്ട് ആ ഒരു ഫീസ് വരും. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 4 വർഷത്തേക്ക് ഏകദേശം 8 ലക്ഷത്തിനടുത്ത്, അതായത് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടി നോക്കുന്ന സമയത്ത് ഏകദേശം 8 to 9 ലക്ഷം ആ ഒരു ഇനത്തിൽ ഫീസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.